Hey, what's up guys? APPEKAZZ here. Welcome back to my channel APPEKAZZ. അപ്പൊ നമ്മുടെ എല്ലാ ചങ്കന്മാർക്കും ചങ്കത്തിമാർക്കും ഒരു പുതിയ വർഷത്തിലേക്ക് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പൊ മച്ചന്മാരെ, തുടക്കം തന്നെ മുട്ടം പണിയായിട്ടാണ് ഈ വർഷത്തിന്റെ വരവ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങളിപ്പോ എന്റെ മുന്നിൽ കാണുന്ന ഈ വൈറ്റ് പാക്കറ്റ്. നമുക്ക് ഈ വർഷം ആദ്യം തന്നെ കിട്ടിയ മുട്ടംപണി എന്താണെന്നും ഈ പാക്കറ്റ് എവിടുന്നാ വന്നേന്നുള്ള ആ ഷോർട്ട് സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ കസിന് അവനെ FBയിൽ ഫേസ്ബുക്കിൽ ഒരു മെഗാ ഓഫർ കണ്ട് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. ആ പ്രൊഡക്റ്റ് ആണ് നിങ്ങളെ കണ്ട വൈറ്റ് പാക്കറ്റ്. നമ്മൾ മെസ്സഞ്ചറിൽ ഓർഡർ ചെയ്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടിയ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ മച്ചന്മാരെ, നമുക്ക് കിട്ടിയ മുട്ടം പണി എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ പാക്കറ്റ് അൺബോക്സ് ചെയ്യണം. അൺബോക്സ് ചെയ്യാൻ ടൂളൊന്നും കിട്ടില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ആക്സോ ബ്ലേഡ് വെച്ച് അങ്ങ് അൺബോക്സ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നാൽ നേരെ വീഡിയോട്ട് പോയാലോ. ലെറ്റ്സ് ബിഗിൻ ദി ജേർണി. യു വാച്ചിങ് APPEKAZZ. ഇറ്റ്സ് മീ APPEKAZZ ഹിയർ. I'm back. ഹാർട്ട് റേറ്റിംഗും ഫിറ്റ്നസ് ട്രാക്കിങ്ങും ഉള്ള ഒരു ആപ്പിൾ വാച്ചിന്റെ പെർഫെക്റ്റ് ക്ലോണും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിളിന്റെ എയർപോഡിന്റെ ഒരു പെർഫെക്റ്റ് ക്ലോണുമാണ് നമ്മൾ ആക്ച്വലി ആ അമേസിംഗ് കോംബോ ഓഫർ എന്ന് പറഞ്ഞ് 69 ദിറംസ് കൊടുത്ത് നമ്മൾ FBന്ന് ഓർഡർ ചെയ്ത്. പക്ഷെ നമുക്ക് കിട്ടിയ ഐറ്റം നോക്കി ഗൈസ്, ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പം വെറും 20ഉം അതുപോലെ തന്നെ നമ്മുടെ എയർപോഡിന് 10 തൊട്ട് 15 ദിറംസ് വരെയാണ് റേറ്റ്. ടോട്ടൽ ഒരു 30-35 ആ റേറ്റിൽ മാത്രം അവൈലബിൾ ഉള്ള ഈ ഐറ്റം നമ്മൾ ഇന്ന് ഇവിടെ പർച്ചേസ് ചെയ്തത് 69 ദിറംസിനാണ്. അപ്പൊ മച്ചന്മാരെ, പുതുവർഷമായിട്ട് നമുക്ക് കിട്ടിയ പണിയുണ്ടോ? എന്താണേലും വരുന്നിടത്ത് വെച്ചാണ് കല്ലുവല്ലി. നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ഇപ്പം എയർപോഡ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുവാണ്. നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിൽ 10 ദിറംസ് മാത്രം വിലയുള്ള വളരെ ചീപ്പായിട്ടുള്ള ഒരു എയർപോഡാണ് നമുക്ക് ഇവര് സെൻഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്ത കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 35 ദിറംസിനടുത്താണ്. വളരെ ചീപ്പായിട്ടുള്ള പ്ലാസ്റ്റിക് കേസിൽ വളരെ ചീപ്പായിട്ടുള്ള രീതിയിൽ ബിൽഡിംഗ് ക്വാളിറ്റിയിൽ വരുന്ന ഈ എയർപോഡ് നമുക്ക് നോർമലി എയർപോഡിന്റെ അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. ഡ്യുവലാട്ടോ സ്റ്റീരിയോ ഉണ്ട്, ടച്ച് ഉണ്ട്, എല്ലാം സംഭവം എല്ലാം വർക്കിംഗ് ഒക്കെയാണ്. നമ്മളെല്ലാം ചെക്ക് ചെയ്ത് സംഭവം വർക്കിംഗ് ഒക്കെയാണ്. പക്ഷെ ഇതിന്റെ റേറ്റ് നമ്മളൊന്ന് നോക്കണം, കമ്പയർ ചെയ്ത് നോക്കണം. അപ്പം എന്തുമാത്രം പ്രാവശ്യം നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ടോ നിങ്ങൾ ആലോചിക്കണം. ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങളും ഇതിനകത്താകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള ഫേസ്ബുക്ക് പോലുള്ള സാധനങ്ങളിലൂടെ നിങ്ങൾ ഒന്നും പർച്ചേസ് ചെയ്യാതിരിക്കുക. നമ്മളിതൊന്ന് ചെക്ക് ചെയ്ത സംഭവം എല്ലാം പെർഫെക്റ്റ് ഒക്കെയാണ്. പക്ഷെ ആപ്പിളിന്റെ ഒറിജിനൽ ചാർജർ ഒന്നും ഇതിന് സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതിനകത്തുനിന്ന് വന്ന USB അതിന്റെ ആപ്പിളിന്റെ ആ ചാർജർ മാത്രമേ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ഇതിന്റെ കണക്ടിവിറ്റി ഓപ്ഷൻസ് ആണ്. ആപ്പിളിന്റെ എയർപോഡ് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആനിമേഷൻ ഒക്കെ ഇതിനും വരുന്നുണ്ട്. പക്ഷെ പ്രശ്നം നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുറെ പൈസ കൂടുതൽ കൊടുത്തു എന്നുള്ളതാണ്. ഗൈസ്, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വാച്ച് ആണ്. നമ്മുടെ എയർപോഡ് ഏകദേശം എങ്കിലും ഒരു രൂപ സാദൃശ്യവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അതിന്റെ കണക്ടിവിറ്റി എല്ലാം വരുന്നുണ്ടെങ്കിലും നമ്മുടെ വാച്ച് നല്ല കിടുക്കാച്ച് പണിയാണ് നമുക്കിട്ട് തന്നേക്കുന്നത്. നമ്മുടെ ഈ വാച്ച് നമ്മുടെ ആപ്പിൾ വാച്ചുമായിട്ട് യാതൊരുവിധ ഐഡന്റിറ്റിക്കൽ ഫാക്ടറും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഇത് വെറും ഒരു എന്താ പറയാ, ഒരു ചൈനീസ്, വെറും പക്കായിട്ട് ഒരു ചൈനീസ് സ്മാർട്ട് വാച്ച്, അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. നമ്മുടെ ബോക്സിനകത്ത് വാച്ച് കൂടാതെ തന്നെ USB ചാർജറും പിന്നെ ഒരു ബാറ്ററി ഉണ്ട്. ഗൈസ്, നിങ്ങൾ ആ ബാറ്ററി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ബാറ്ററി ലിഥിയം അയന്റെ ബാറ്ററി ആണെങ്കിൽ അത് ചളങ്ങിയിട്ടുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. ഇങ്ങനെ ചളങ്ങിയ ബാറ്ററികളൊക്കെ യൂസ് ചെയ്താൽ ഈ ബാറ്ററി പൊട്ടിത്തെറിക്കാൻ 100% ചാൻസ് ഉണ്ട്. ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വെറും പക്കായിട്ട് വളരെ ചീപ്പായിട്ട് ബിൽഡ് ചെയ്ത് ചീപ്പ് ക്വാളിറ്റി കിട്ടിയേക്കുന്ന ഈ ഐറ്റത്തിന് നമ്മൾ കൊടുക്കേണ്ട വന്ന വില 35 ദിറംസോളമാണ്. പക്ഷെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്ന, ഓൺലൈൻ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വെറും എന്താ പറയാ, ഒരു 20 ദിറംസ്, അറൌണ്ട് 20 ദിറംസിനടുത്താണ്. ഗൈസ്, നമുക്കിനി നോക്കാം, ഇതൊന്ന് ഓൺ ആവുമെന്ന് നോക്കാം. എന്താണ് ഇതിന്റെ ഒരു സവിശേഷതയും മറ്റു കാര്യങ്ങളും നോക്കാം. അപ്പൊ നമുക്ക് മുതലുണ്ട്. എന്ത് ചോദിച്ചാൽ ഞാനിത് എന്തായാലും യൂസ് ചെയ്യില്ല, കാരണം അതിന്റെ ബാറ്ററി ഒക്കെ ചടങ്ങിയിരിക്കുന്നതാണ്, വളരെ ഡേഞ്ചർ ആണ്. അപ്പൊ അത് നമുക്ക് എന്തായാലും ഇതൊന്ന് ഓൺ ആക്കി നോക്കണം. ഞാൻ ആ ബാറ്ററി എന്തായാലും ഒന്ന് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓൺ ആക്കി ഒന്ന് നോക്കാം. എന്റെ മോനെ, സംഭവം ഓണായി ഗൈസ്, സംഭവം ഓണായി. നല്ല കിടക്കാച്ചി ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് വാച്ച്, അത്യാവശ്യം ലുക്ക് ഒക്കെ ഉള്ള സ്മാർട്ട് വാച്ച്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത കൊണ്ടുണ്ട് ഗൈസ്, ഇതിൽ സിം ഇടാം, മെമ്മറി കാർഡ് ഇടാം, ഒരു സ്മാർട്ട് ഫോൺ പോലെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ ടച്ച് അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ്. പക്ഷെ ഇതാണ് നമുക്ക് കിട്ടിയ പ്രശ്നം, നമ്മൾ ഒരുപാട് പൈസ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. സോ മറ്റന്മാരെ,
നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത ഒരു അവയർനെസ് വീഡിയോ ആണ്. നിങ്ങൾ പ്ലീസ് ഞാൻ നിങ്ങളോട് ബെഗ്ഗിയാണ്, നിങ്ങൾ ഒരു കാരണവശാലും FB ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ മുതിരരുത്. നിങ്ങൾ മറ്റേതെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ മറ്റേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് കിട്ടിയേക്കുന്ന ഇത്ര ഐറ്റംസ് ഒക്കെയാണ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. See you in next video.